അപ്പോൾ ആ കംഫർട്ട് സോണുകളിൽ നമ്മൾ അടങ്ങിയിരിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യനും വളർച്ച എന്ന് പറയുന്ന ഒരു മനോഹരമായ ഒരു കോൺസെപ്റ്റിൽ ആർക്കും തന്നെ എത്തിപ്പെടാൻ പറ്റും. ജീന, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മഴയൊക്കെ എങ്ങനെ? മഴയും കാറ്റും വിളിച്ചും എല്ലാം തകൃതിയായി പെയ്യും. തലസ്ഥാന നഗരിയിൽ തന്നെ മഴയുടെ ഒരു ഘോഷയാത്ര തന്നെ അല്ലേ? നമുക്കിനി വിഷയത്തിലോട്ട് കിടക്കാം. അധികം താമസിക്കാതെ തന്നെ. കഴിഞ്ഞ എപ്പിസോഡുകളിൽ എഫക്റ്റീവ് തോട്ട് പ്രോസസ്സിനെ പറ്റിയാണ് താങ്കൾ കൂടുതൽ സംസാരിച്ചത്. സോ അതിൽ ഒരുപാട് പേർക്ക് ആ ഒരു വീഡിയോ കാരണം ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള മെസ്സേജുകൾ മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ അതിനാദ്യമേ ഞാൻ താങ്ക്സ് പറയുന്നുണ്ട്. സോ ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം ഗ്രോത്ത് ആണ്, വളർച്ച. ഏതൊക്കെ ഘട്ടങ്ങളിൽ ഏതൊക്കെ രീതികളിൽ ഒരാൾ വളർച്ചയിലേക്ക് എത്തുന്നതും പിന്നെ കംഫോർട്ട് സോണും ആ കംഫോർട്ട് സോണിലെ വളർച്ചയും അതിന്റെ താഴ്ചയൊക്കെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പോ നേരെ നമുക്ക് ചോദ്യോത്തര വേളയിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു. എന്താണ് എല്ലാ പ്രേക്ഷകർക്കും എല്ലാ വ്യൂവേഴ്സിനും നമസ്കാരം. ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് മനുഷ്യന്റെ വളർച്ച, എത്തരത്തിലുള്ള വളർച്ചകളിലൂടെ നമുക്ക് നമ്മുടെ ഒരു സന്തോഷപ്പെടുത്തും ലൈഫിലുള്ള ഏറ്റവും വലിയ ഉയർച്ചകളിലേക്ക് എങ്ങനെ എത്താൻ സാധിക്കും എന്നുള്ള വിഷയമാണ്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം: ഇത്രയും നാളെ താങ്കൾ ഒരു കംഫോർട്ട് സോണിലാണ് ജീവിച്ചു വന്നിരുന്നത്. ആ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ താങ്കൾ നിരീക്ഷിച്ചതും പഠിച്ചതും കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രേക്ഷകരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാവും? ഒരുപാട് ഉപകാരപ്രദമായ ഒരു ചോദ്യമാണ്. മനുഷ്യർക്ക് ജനിച്ച് നമ്മൾ വീടുകളിലൊക്കെ വളർത്തി നമ്മളെ സ്കൂളുകളിൽ പഠിപ്പിച്ച് നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഒരു പുതിയ ലോകത്തേക്ക് ഇറങ്ങുന്ന പോലെയാണ് ഓരോ കുഞ്ഞിനും. അപ്പോ അവിടെ നമ്മൾക്ക് പലതരം വ്യത്യസ്തമായ ആൾക്കാരെയും വ്യത്യസ്തമായ സാഹചര്യങ്ങളിലും നമ്മൾക്ക് നേരിടുകയാണ്. അവിടെ നമ്മളെ അപകടപ്പെടുത്തുന്നത് നമ്മൾ വീടുകളിലും സ്കൂളുകളിലും കണ്ടുവന്നത് കംഫർട്ട് സോണാണ്. അപ്പോ ആ കംഫർട്ട് സോണിൽ നിന്ന് നമുക്ക് ഇറങ്ങാൻ ഉള്ള ഒരു ബുദ്ധിമുട്ട് ഓരോ മനുഷ്യനും നേരിടും. അത് നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോ ആ കംഫർട്ട് സോണുകളിൽ നമ്മൾ അടങ്ങിയിരിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യനും വളർച്ച എന്ന് പറയുന്ന ഒരു മനോഹരമായ ഒരു കോൺസെപ്റ്റിൽ ആർക്കും തന്നെ എത്തിപ്പെടാൻ പറ്റില്ല. നമുക്ക് ജനിച്ചപ്പോൾ തന്നെ കിട്ടിയ വീട്, ജനിച്ചപ്പോൾ തന്നെ നമുക്ക് കിട്ടിയ മാതാപിതാക്കൾ, ജനിച്ചപ്പോൾ തന്നെ കിട്ടിയ മതചിന്ത, രാഷ്ട്രീയ ബോധം, ഇതൊക്കെ നമ്മളെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോണിൽ എത്തിക്കുകയും നമ്മളുടെ ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ വാർത്തെടുക്കാൻ ഒത്തിരി സ്വാധീനിക്കുന്ന മേഖലകളാണ് ഇതെല്ലാം. പക്ഷെ അവിടെ നമ്മൾക്ക് നമ്മളിലെ നമ്മളെ കണ്ടെത്തി, നമ്മുടെ ആത്മാവിനെ കണ്ടെത്തി നമുക്ക് ഉയരാൻ അല്ലെങ്കിൽ വളരാനുള്ള സാഹചര്യം വളരെ കുറവാണ്. ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ആയിട്ടുള്ള ഇഫക്റ്റീവ് തോട്ട് പ്രോസസ് നമുക്ക് പ്രയോജനമായി വരുന്നത്. അപ്പോ നമ്മുടെ ചിന്തകൾ കൊണ്ട്, നമ്മുടെ പ്രയോജനപ്രദമായ അല്ലെങ്കിൽ ഇഫക്റ്റീവ് തോട്ട് പ്രോസസ് കൊണ്ട് നമുക്ക് വേണ്ടതായ കാര്യം, ഒരു മനുഷ്യന് ആവശ്യമായ കാര്യങ്ങൾ അതിനെ കണ്ടെത്താനും അതിനു വേണ്ടി ചുക്കാൻ പിടിച്ചുകൊണ്ട് വളരാനും സാധിക്കാൻ നമുക്ക് കംഫർട്ട് സോണുകളിൽ നിന്ന് തീർച്ചയായും പുറത്തിറങ്ങേണ്ടതായിട്ടുണ്ട്. എല്ലാ കാലവും നമുക്കൊരു കിളിക്കൂടിനകത്ത് ഇരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് ഞാൻ കംഫർട്ട് സോണുകളിൽ നിന്ന് ഓരോ തവണ ഇറങ്ങുമ്പോഴും ഞാൻ പഠിച്ച വലിയൊരു പാഠം. ആ പാഠത്തെ കുറിച്ച് എനിക്ക് എന്റെ പ്രേക്ഷകരോട് അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ആൾക്കാരോട് പറയാൻ ഒരു മടിയും തന്നെയില്ല. അപ്പോൾ വളർച്ച എന്ന് പറയുന്നത് മനുഷ്യന് സന്തോഷവും സ്വാതന്ത്ര്യവും പണവും ഒക്കെ പോലെ, സ്നേഹവും ഒക്കെ പോലെ തന്നെ വളരെ പ്രധാനമാണ് ഗ്രോത്ത് എന്ന് പറയുന്ന സാധനം. അതിലൂടെ കടന്നു പോയാൽ മാത്രമേ നമ്മൾ സന്തോഷത്തിന്റെ ഒരു എക്സ്റ്റസീവ് വേൾഡിൽ നമുക്ക് ഓരോരുത്തർക്കും കടന്നു ചെല്ലാൻ സാധിക്കൂ. ഒരു അതിന്റെ ഗ്രോത്തിന്റെയും അതോടൊപ്പം തന്നെ കംഫോർട്ട് സോണിന് പുറത്തു വന്ന കാര്യങ്ങൾ ഷെയർ ചെയ്തത് മനോഹരമായിട്ട്, അതും എല്ലാ പ്രേക്ഷകർക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെ അത് പറഞ്ഞു ഫലിപ്പിച്ചു. താങ്ക് യു. അപ്പോൾ ഒരു പരിചയമില്ലാത്തതയോ അല്ലെങ്കിൽ ഒരു കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരു പുതിയൊരു ജോലി സ്ഥലം, ആ ജോലി സ്ഥലത്ത് എങ്ങനെ എനർജറ്റിക് ആയി നിലനിൽക്കുന്നു അല്ലെങ്കിൽ അവിടുത്തെ നിലനിൽപ്പ് എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഇത് ഗ്രോത്തുമായി ബന്ധപ്പെട്ട ഒരു വളരെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. അതായത് നമ്മൾ എന്നും പഴയ മേഖലയിൽ ഇരുന്നുകൊണ്ട് നമുക്കൊരു ഉയർച്ച നേരിടാൻ അല്ലെങ്കിൽ ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കില്ല എന്ന് പൂർണ്ണമായി പറഞ്ഞു തരാനുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വളരണമെങ്കിൽ നമ്മൾ എപ്പോഴും പുതിയ ഒരു സാഹചര്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അല്ലെങ്കിൽ എടുത്തു ചാടാൻ വേണ്ടി ധൈര്യപ്പെടുക എന്നുള്ളത്. നമ്മൾ ഇതുവരെ എങ്ങനെയേ ചെയ്തിട്ടുള്ളൂ, ഞാൻ ഇത്രയും കാലം ഇങ്ങനെയാണ് പോയത്, ഇതാണ് എനിക്ക് ശീലം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ അവരവരുടേതായ ഒരു മേഖല ഉണ്ടാക്കിയെടുത്തിട്ട് തെറ്റിപ്പെട്ടിട്ട് അതിനകത്ത് ഇരുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ പരിശോധിച്ചാൽ അവർ ഇതുവരെ ചെയ്തത് മാത്രമേ ചെയ്യുള്ളൂ. ഇങ്ങനെയായിരുന്നു എന്റെ ജീവിതം, ഇതാണ് എന്റെ വിധി, ഇതാണ് എന്റെ ശീലം, ഇങ്ങനെയാണ് എനിക്ക് ചെയ്യാൻ വേണ്ടി പ്രപഞ്ചം അനുവദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ദൈവം പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അമ്മ പഠിപ്പിച്ചിട്ടുള്ളത്, അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളത്. അത്തരം വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് പുതിയതായി ഒന്നും നേരിടാൻ തയ്യാറാവാതെ ഇരിക്കുന്ന ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് മനുഷ്യരെ നമുക്ക് ചുറ്റും കാണാൻ പറ്റും. അവർക്ക് ആർക്കും തന്നെ ഉയർച്ചയുടെ സന്തോഷം, ഉയർച്ചയുടെ ബ്ലിസ് അല്ലെങ്കിൽ ഉയർച്ചയുടെ എക്സ്യൂബറൻസിലെത്താൻ സാധിക്കില്ല. അപ്പൊ ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രധാനമാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്.
അപ്പൊ ആ ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ കംഫർട്ട് സോണുകളിൽ നിന്നും, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ നിന്നും, ചെയ്തുകൊണ്ടിരുന്ന അവസ്ഥകളിൽ നിന്നും, ചെയ്തുകൊണ്ടിരുന്ന സാഹചര്യങ്ങളിൽ നിന്നും, ഈവൻ നമ്മൾ ഒരു വീട് മാറ്റം പോലും നമ്മുടെ വളർച്ചയാണ്. നമ്മൾ ജനിച്ചു വളർന്ന് ജീവിക്കുന്ന വീട്ടിൽ തന്നെ മരിച്ചു പോകുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു വീട്ടിൽ തന്നെ ജനിച്ചതും അതേ വീട്ടിൽ തന്നെ ജീവിച്ചും അതേ വീട്ടിൽ തന്നെ മരിച്ചുപോയ മനുഷ്യർ. അപ്പോൾ നമ്മൾ വ്യത്യസ്തമായ എല്ലാ സാഹചര്യങ്ങളെയും, വ്യത്യസ്തമായ പല മനുഷ്യരെയും പരിചയപ്പെടാനും നേരിടാനും ഒക്കെ തയ്യാറാവുന്നിടത്താണ് ഓരോ മനുഷ്യന്റെ വളർച്ചയും അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, എന്നെ കേൾക്കുന്ന ഓരോ മനുഷ്യരോടും പറയാനുള്ളത്, നമുക്ക് അങ്ങേയറ്റം സന്തോഷവും സംതൃപ്തിയും സമാധാനവും ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഇന്നർ ചൈൽഡിന് വേണ്ടുന്ന വളർച്ച നമ്മൾ കൊടുത്തേ തീരും. ആ ഇന്നർ ചൈൽഡ്, നമ്മുടെ ഉള്ളിലെ ആത്മാവ്, അല്ലെങ്കിൽ നമ്മൾ ദൈവമെന്നോ സോളെന്നോ ആത്മാവെന്നോ ഒക്കെ പല പേരുകളിൽ പലരും പറയുന്നു. ഇപ്പോഴും അതിനെക്കുറിച്ചൊന്നും വ്യക്തമായ ധാരണകളൊന്നും പലർക്കും കിട്ടിയിട്ടില്ല. എങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കിയ ആത്മാവിനെ സന്തോഷിപ്പിക്കണമെങ്കിൽ തീർച്ചയായും നമ്മൾ അതിന്റെ വളർച്ച, ഉയർച്ച അനുവദിക്കുക തന്നെ വേണം. അതിൽ നിന്ന് മാത്രമേ നമുക്ക് സന്തോഷവും സമാധാനവും സംതൃപ്തിയും നമുക്ക് ഓരോ മനുഷ്യർക്കും ഉണ്ടാവുകയുള്ളൂ. അത് അതിവൈകാരികമായിട്ട് മനോഹരമായിട്ട് തന്നെ അത് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ അത് കാരണം ഇപ്പോൾ ഒരു പുതിയ സ്ഥലത്തേക്ക് വരുമ്പോൾ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഒരു ഭയവും ഭീതിയും പടർത്തുന്ന ഒരു സമൂഹമാണ്. അപ്പൊ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു ആശയം എല്ലാവരിലേക്ക് എത്തട്ടെ. തീർച്ചയായും എല്ലാവർക്കും ഭയമാണ്. പുതിയത് തിരഞ്ഞെടുക്കാൻ, പുതിയതിലേക്ക് മാറാൻ, സ്വിച്ച് ചെയ്യാനൊക്കെ എല്ലാവർക്കും ഭയമാണ്. അപ്പോൾ അത് ഒരു പടി കടക്കുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ആ ഒരു പടി കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ആ പുതിയൊരു പാറ്റേൺ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവർക്കും വളർച്ച ഉണ്ടാവട്ടെ. വളർച്ചയിലൂടെ സംതൃപ്തി, സന്തോഷവും സ്വാതന്ത്ര്യവും ഒക്കെ അനുഭവിക്കാൻ സാധിക്കട്ടെ. നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ്. ഇപ്പോൾ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ നേരിട്ട ഒരു വ്യക്തിയാണ്. അപ്പം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ താങ്കളുടെ സ്വഭാവ രീതികൾ മാറ്റി വെച്ചിട്ട് ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ? പലപ്പോഴും. എനിക്ക് പേഴ്സണലി ഒരുപാട് ഉപകാരപ്രദമായ, അല്ലെങ്കിൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഞാൻ എപ്പോഴും എനിക്കൊരു ക്യാരക്ടർ ഉണ്ട്, എനിക്ക് ഇതാണ് ഇഷ്ടം, എനിക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ, ഇതാണ് എന്റെ സ്ട്രക്ചർ എന്ന് തെറ്റിദ്ധരിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതാണ്, ഈ ഒരു മേഖലയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്താൽ മാത്രമേ ശരിയാകുള്ളൂ, ഇതാണ് എനിക്ക് ഇഷ്ടം, ഇതല്ലേ എനിക്ക് യോജിച്ചത് എന്ന് വിചാരിച്ചിരുന്നതൊക്കെ മറികടക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലൂടെ പോയ ഒരാളാണ് ജീവിതത്തിൽ എപ്പോഴും. അപ്പൊ എന്റെ കംഫർട്ട് സോണുകളെ മറികടന്ന് എന്റെ ഡിസ്കംഫർട്ട് സോണുകളെ ശീലമാക്കി മാറ്റിയ ഒരാളാണ് ഞാൻ. അപ്പോ അതുവഴി എനിക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നൊരു മാനദണ്ഡം അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ് എനിക്ക് ഇല്ലാണ്ട് വരും. എനിക്ക് എന്തും ചെയ്യാൻ പറ്റും. എന്റെ മുന്നിൽ എന്ത് വരുന്നു അത് എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളൊരു തിരിച്ചറിവും കൂടെ എനിക്ക് ഇതിലൂടെ സംഭവിച്ചു. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമില്ലായ്മകളിൽ നിന്ന് അല്ലെങ്കിൽ ഡിസ്കംഫർട്ട് സോണുകളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു പ്രവണത എന്നിൽ നിന്നും മാഞ്ഞുപോയി. ഇഷ്ടമില്ലാത്തതൊക്കെ വരുമ്പോൾ ഞാൻ അറിയാതെ എന്റെ ഉള്ളിലേക്ക് ഒരു എനർജി ഫോം ചെയ്യുകയും ആ എനർജിയുടെ പ്രചോദനത്തിൽ ഞാൻ അത് പൂർണ്ണമായി മനോഹരമായി ചെയ്തു തീർക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്നെ കേൾക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ അത് നമ്മളെ നശിപ്പിക്കാൻ വരുന്നതാണ്, അല്ലെങ്കിൽ അതൊരു കൊടുങ്കാറ്റാണ്, അതൊരു പ്രശ്നമാണ് എന്ന് ദയവ് ചെയ്ത് ആരും ചിന്തിക്കരുത്. അത് നിങ്ങളെ വളർത്താനുള്ളതാണ്, നിങ്ങളുടെ ചിറകുകൾക്ക് ശക്തി കൂട്ടാനുള്ളതാണ്. ആ ഓരോ കൊടുങ്കാറ്റും അല്ലെങ്കിൽ ആ ഓരോ ഇഷ്ടമില്ലായ്മയും അല്ലെങ്കിൽ ആ ഓരോ ഡിസ്കംഫർട്ടുകളുമാണ് നിങ്ങളുടെ വളർച്ചയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന സാധനം. അപ്പോൾ ആരും ഭയന്ന് പിന്മാറി ഓടിപ്പോകരുത്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നമുക്ക് ഇഷ്ടമില്ലായ്മകൾ വരുമ്പോൾ അതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുക, അതിനെ കൺഫ്രണ്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ മാക്സിമം സന്തോഷത്തോടെ അത് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇതൊന്നും നമ്മളെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും പഠിപ്പിക്കുന്നില്ല. നമ്മൾ ഇമോഷണലി ബൗണ്ടായി പലതിൽ നിന്നും വ്യതിചലിച്ച് അത്തരം അവസരങ്ങളെയൊക്കെ നഷ്ടപ്പെടുത്തി വേദനിച്ച് സങ്കടപ്പെട്ട് ജീവിച്ചു തീർക്കുകയാണ് ചെയ്യുന്നത്. അതല്ല, പകരം അതിലൂടെ കടന്നു ചെന്ന് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്ത് തഴക്കം വരുത്തി നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് നമ്മുടെ യഥാർത്ഥ ഉള്ളിലെ ആഗ്രഹങ്ങളിലൂടെ വളർച്ചയിലേക്ക് നടന്ന് പടികൾ കടന്ന് കയറി പോവുക എന്നതാണ് എന്റെ ഉത്തരം. അത് എന്താ പറയാ, ആ ഉത്തരത്തിൽ തന്നെ ഉണ്ട് താങ്കൾ എങ്ങനെയാണ് ഒരു പ്രശ്നം പരിഹരിക്കുന്നത് എന്ന രീതി. താങ്ക് യു. ജീവിതത്തിൽ താങ്കൾക്കൊരു തെറ്റ് പറ്റി. ആ തെറ്റിന് എങ്ങനെ താങ്കൾ നോക്കിക്കാണുകയും അതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊണ്ട് മാറ്റങ്ങൾ വരുത്തും? ഒന്നാമതായി എനിക്ക് വേഗം പറയാനുള്ളത്, എല്ലാവരും കേൾക്കണം, തെറ്റ് എന്നൊരു സാധനം ഇല്ല. തെറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രോഗ്രാം ചെയ്തുണ്ടാക്കിയതാണ്. നമ്മുടെ ശരി വേറൊരാളുടെ തെറ്റും വേറൊരാളുടെ ശരി നമ്മുടെ തെറ്റുമാണ്. അപ്പോൾ യൂണിവേഴ്സലി ദർ ഇസ് നോ റൈറ്റ് ആൻഡ് റോങ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് പൂർണ്ണ തൃപ്തിയോടെ, കുറ്റബോധമില്ലാതെ, നമ്മുടെ ആത്മവിശ്വാസത്തോടെ അത് ചെയ്യുകയാണെങ്കിൽ അത് അയാളുടെ ശരിയാണ്. അതിന് പുറത്തുനിന്നുള്ള അംഗീകാരം കിട്ടണം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ എല്ലാവരും തകർന്നു പോകുന്നത്.
സോ അത് മനോഹരമായിട്ട് തന്നെ അത് എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്തു. വളരെ ചുരുക്ക നേരത്തിൽ കൊണ്ട് താങ്കളുടെ ജീവിതത്തിലുണ്ടായ തെറ്റ് എങ്ങനെ മറികടന്നു എന്ന് ഇതിൽ തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ മനസ്സിലാകും. താങ്ക് യു. അവസാനത്തെ സെഷനാണിത്. പോരാത്തിന് അവസാനത്തെ ചോദ്യം, 5ാമത്തെ ചോദ്യം. ചോദ്യം, താങ്കളുടെ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലോ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കും? ഏതൊക്കെ രീതികളിൽ? എനിക്ക് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ 2 വാക്കുകളാണ് പ്രയോഗിക്കാനുള്ളത്. കാരണം ചോയ്സ് ആൻഡ് ചേഞ്ച് എന്നുള്ള 2 വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രവൃത്തി മേഖലയിൽ നമ്മൾ ഉപയോഗിക്കാൻ തയ്യാറായാൽ നമ്മൾ മാറ്റത്തിന്റെ അല്ലെങ്കിൽ ഉയർച്ചയുടെ വക്കിൽ തന്നെയാണ്. ഇവിടെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാനും മാറ്റങ്ങൾ കൊണ്ടുവരാനുമുള്ള സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സ്ട്രക്ചറിലും ഫ്രെയിമിലുമാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. അപ്പോൾ ചോയ്സ് ആൻഡ് ചേഞ്ച് നമ്മുടെ ചിന്തകളിൽ കൊണ്ടുവന്ന് നമ്മുടെ ജീവിതത്തിൽ അത് മാനിഫെസ്റ്റ് ചെയ്ത് നമ്മളത് ഡിസിഷൻ മേക്കിങ്ങിൽ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നമ്മൾ പൂർണ്ണ വളർച്ചയിലൂടെ തന്നെ നമ്മുടെ ജീവിതത്തെ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും. അത് വളരെ മനോഹരമായിട്ട്, അതും അതിനുപരി എല്ലാവർക്കും അത് പെട്ടെന്ന് ഒരു 1.5 മിനിറ്റിൽ തന്നെ താങ്കളുടെ മാറ്റങ്ങൾ എങ്ങനെയാണെന്ന് അത് വിശകലനം ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് അത് വിശകലനം എന്റെ ചെയ്തിട്ടുണ്ട്. ജീവിത അനുഭവങ്ങളിലൂടെ എനിക്കിപ്പോൾ ഈ ക്യാമറയുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനും സമൂഹത്തിൽ ഒരു ഇൻഫ്ലുവൻസർ ആയി തീരാനും എനിക്ക് സാധിക്കുന്നുണ്ട്. എന്റെ വളർച്ച ഓരോ ദിവസവും എന്റെ വീഡിയോകളിലൂടെ ഒരുപാട് മനുഷ്യരെന്നെ വിളിക്കാറുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ ഒരു സ്വാധീനം ചെലുത്തുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. എന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് നിങ്ങളൊക്കെ കാണുന്നത് തന്നെയാണ്. എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും കാണാൻ സാധിക്കും തീർച്ചയായും എന്റെ വളർച്ച. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.